ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ധൂർത്തപുത്രൻ്റെ കഥ ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. ഒരിക്കൽ ഒരു ചിത്രകാരൻ ഈ കഥയെ വരയ്ക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ ഭവനത്തിലെത്തി ആ വേദഭാഗം പലവട്ടം വായിച്ചു. അതിനുള്ളിൽ മടങ്ങി വരുന്ന മകനെ കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ വരുന്ന ആ പിതാവിൻ്റെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ആ ഭാവം അയാൾ പഠിക്കുവാൻ തുടങ്ങി. ദൂരത്തു നിന്ന് ആ ധൂർത്തപുത്രനെ അപ്പൻ കാണുന്നുണ്ട്. ഓടിച്ചെന്ന് ആ മകൻ്റെ കഴുത്തിനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുകയാണ്. ഈ സന്ദർഭത്തെ വരയ്ക്കുവാൻ അയാൾ തൻ്റെ ക്യാൻവാസും പെയിൻറ്റുമൊക്കെ തയ്യാറാക്കി. ആ ചിത്രത്തിൽ അപ്പൻ തൻ്റെ വീട്ടിൽ നിന്നും മകനെ സ്വീകരിക്കുവാൻ ഇറങ്ങി ഓടുകയാണ്. നിസ്തുല്യ സ്നേഹത്തിൽ തുളുമ്പി ആ പിതാവ് ഓടി വരികയാണ്. ചിത്രകാരൻ ആ ചിത്രം തൻ്റെ കൂട്ടുകാരനെ കാണിച്ചു. ആ സ്നേഹിതൻ ചിത്രം കണ്ട് ആകൃഷ്ടനായി. എന്നാൽ ആ ചിത്രത്തിൽ അപ്പൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പുകൾ അയാൾ ശ്രദ്ധിച്ചു. ആ കാലുകളിലെ 2 ചെരുപ്പുകളും വ്യത്യസ്തമായിരുന്നു. ചിത്രകാരനോട് വ്യത്യസ്തമായ ചെരുപ്പുകളുടെ വിശദീകരണം ചോദിച്ചു. അയാൾ പറഞ്ഞു, ഈ കഥയിലെ താക്കോൽ കാര്യമെന്നത് അപ്പൻ്റെ തിടുക്കമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ തിരികെ വരുന്ന മകൻ്റെ അടുക്കലേക്ക് സ്നേഹത്താൽ പാഞ്ഞു ചെല്ലുന്ന അപ്പൻ. ആ അപ്പൻ്റെ സന്തോഷം വിവരിക്കുവാൻ അതിലും വലിയ കാര്യം ആ ചിത്രത്തിൽ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പന് തൻ്റെ ചെരുപ്പുകൾ ഒരുപോലെ ഇടുവാൻ സമയം കിട്ടിയില്ല. കിട്ടിയ ഏതോ 2 ചെരുപ്പുകളിട്ട് മകൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ രൂപം കൊണ്ട പിതാവിൻ്റെ സ്നേഹമാണിത്. ദൈവസ്നേഹത്തിൻ്റെ തിടുക്കം നാം മനസ്സിലാക്കണം. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കായി കരുതലോടെ കാത്തു നിൽക്കുന്ന ആ സ്വർഗീയ പിതാവുണ്ട്. ഈ നിമിഷം തന്നെ നാം മടങ്ങി ചെല്ലുമെങ്കിൽ ആ സ്നേഹം നമ്മിലേക്ക് പാഞ്ഞൊഴുകും. മാനുഷിക സമ്മതങ്ങൾക്കായി കാത്തിരിക്കാതെ ആ സ്നേഹം നാം മനസ്സിലാക്കുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആവർത്തനം 7:9. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.